ഹായ്, ഞാനേ വേറൊരു ഡിസൈന് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഡിസൈന് കണ്ടോ? ഈ ഡിസൈനിലിപ്പോൾ ഇത് ഒരേ പാറ്റേണിലുള്ള ഡിസൈനാണ്. ഈ ഡിസൈൻ്റെ സൈസ് നമുക്കിതൊരു 60/240 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഈ 60/240 ഈ സെയിം ഡിസൈൻ തന്നെ ചെയ്യുകയാണെങ്കിൽ, ഇതേപോലെ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിപ്പോൾ ഒരേ പാറ്റേണിലുള്ളതല്ലേ. അപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയൊരു പാറ്റേൺ എടുത്തിട്ട് ഇതിൻ്റെ ഒരു ക്വാർട്ടർ ഭാഗം മാത്രം കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിലിപ്പോൾ നമ്മളൊരു ക്വാർട്ടർ ഭാഗം മാത്രം കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ പോയിട്ട് ഇവിടുന്ന് ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ പോയിട്ട് ഇതെത്ര മതി, ഈ ഒരു ലേശം പോർഷൻ മാത്രം മതി. ഞാൻ മൗസിൻ്റെ പോയിൻ്റ് കാണിക്കുന്ന ആ ഒരു പോയിൻ്റ് മാത്രം മതി. അപ്പോൾ എൻ്റെ അടുത്ത് ഫോട്ടോഷോപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാനിത് പെയിൻറ്റിലിട്ടിട്ട് ക്രോപ്പ് ചെയ്യാണ്. ഓപ്പൺ വിത്ത് പെയിൻറ്റിലിട്ടിട്ട് ഞാനിത് ക്രോപ്പ് ചെയ്യാൻ ഇതിൻ്റെ ഒരു ക്വാർട്ടർ ഭാഗം അതായത് സെൻറ്ററിൽ നിന്ന് ഒരു ക്വാർട്ടർ ഭാഗം എടുത്ത് ഇതാ ഇങ്ങനെ എടുത്ത് ഈ ഒരൊറ്റ ഇത് മതി. ഈ ഒരു ചെറിയ മൗസിൻ്റെ ഇതിങ്ങനെ കാണിക്കണം, ഈ ഒരു ചെറിയ പോർഷൻ മാത്രം മതി. ഇതേറ്റവും ഇത് മൊത്തം ചെയ്യുക. നമ്മൾ അങ്ങനെ ഒരു ഡിസൈൻ വരുമ്പോൾ അങ്ങനെ പാറ്റേൺ ചെയിനായിട്ട് പോകുന്ന പാറ്റേൺ ആണെന്നുണ്ടെങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന പാറ്റേൺ ആണെങ്കിൽ നമ്മൾ അത് ആദ്യം കണ്ടുപിടിച്ചിട്ട് ഏത് പോർഷനാണ് എടുക്കേണ്ടതെന്ന് നോക്കിയാൽ മതി. എടുത്തിട്ട് ഞാനതുകൊണ്ട് ക്രോപ്പ് ചെയ്ത് ഇപ്പോൾ അത് കോർണറിൽ കണ്ടില്ല, ഈ ഒരു പോർഷൻ മാത്രം മതി. ഇത് ഞാൻ സേവ് ചെയ്തു. ആ സേവ് ചെയ്ത പീസ് ഇതാ. ഇപ്പോൾ ഇത് മാത്രമാണ് എടുത്തത്. നമുക്ക് ഇത് മാത്രം എടുത്തിട്ട് നമുക്കത് മൊത്തം ഡിസൈൻ ചെയ്യാം. അപ്പോൾ അത് മൊത്തം ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓട്ടോകാഡ് ഓപ്പൺ ആക്കിയിട്ട് ഞാൻ ഒരു 60/240 ആദ്യം അങ്ങനെ ഒരു ഇത് വരച്ചു. അതിന് ഞാനൊരു 2 സെൻറ്റിമീറ്റർ ബോർഡർ കൊടുത്തു. റെക്റ്റാങ്കിളിൽ ഓഫ്സെറ്റ് ചെയ്യുക, 2 സെൻറ്റിമീറ്റർ കൊടുക്കുക, ബോർഡർ കൊടുത്തു. ഈ ബോർഡർ കൊടുത്തിട്ട് ഞാൻ ആ ഡിസൈന് ഇതിലേക്ക് വെക്കുകയാണ്. മിനിമൈസ് ചെയ്തിട്ട് ഡെസ്ക്ടോപ്പിൽ നിന്ന് ഡ്രാഗ് ചെയ്തിട്ട് വലിച്ചിട്ടാൽ മതി. വലിച്ചിട്ടിട്ട് നമ്മളൊരു ഏകദേശം സൈസ് കൊടുക്കുക, അവിടെ ഇടുക. ഓക്കെ, എന്നിട്ട് നമ്മളിതിൻ്റെ മുകളിൽ കൂടെ ലൈനും ആർക്കുമാണ് ഇതിന് വേണ്ടത്. ഇപ്പോൾ ഇതിങ്ങനെ കർവായിട്ട് വരുന്നില്ലേ, അപ്പോൾ ആർക്ക് ഇത് ലൈനും ഇവിടെ കോർണറിൽ ഒരു ചെറിയ ആർക്കൊക്കെ വരുന്നുണ്ട്, ആ ആർക്കും ഇവിടെയൊക്കെ ലൈന്. അപ്പോൾ നമ്മൾ ഒരു ലൈൻ എടുത്തു. ഇവിടെ കോർണറിലെ ആർക്കാണ്, അത് നമ്മൾ പിന്നീട് ആർക്കാക്കാം. ഇവിടെയൊക്കെ കോർണറിലെ ആർക്കാണ്, പിന്നീട് ആർക്കാക്കാം. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ അങ്ങനെ ലൈൻസ് ഉള്ള ഏരിയ അത് കൊടുക്കുക. പിന്നെ സ്ട്രൈറ്റ് ലൈനുള്ള ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആർക്ക് എടുക്കുക. ആർക്ക് എടുത്തിട്ട് ആർക്ക് കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാം. ആർക്ക് എടുത്തിട്ട് ഇതിൻ്റെ മുഴുവൻ വരച്ച് കഴിഞ്ഞിട്ട്, ഇപ്പോൾ നമുക്ക് വലിയ ഡിസൈനാണെങ്കിൽ മൊത്തം ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. അത് കണ്ടോ, അതുപോലെ ഇങ്ങനെ ആർക്ക് എടുത്തിട്ട് അതിൻ്റെ ഒരു പോർഷൻ എടുത്തിട്ട് മാത്രം ഡിസൈൻ ചെയ്താൽ മതി.
ഇതുപോലെ ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടാവും, അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, ഒരു ആർക്കിനൊരു ക്ലിയർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളതിൻ്റെ ഡ്രോയിങ്ങിൻ്റെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി ഇതിൻ്റെ ആവശ്യമില്ല, അതാണ്ട് പോയി. ഇനി അത് കഴിഞ്ഞിട്ട് ഇത് മിറർ ചെയ്യുക. മിറർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെയിം ഡിസൈന് നമുക്ക് കിട്ടും. കണ്ടോ, മിറർ ചെയ്തു. ഇതിൻ്റെ ഒരു സെൻറ്റർ നമ്മൾ കണ്ടെത്തുക, അതിന് സെൻറ്റർ ലൈൻ എടുത്തിട്ട് വരയ്ക്കുക. പിന്നെ ഇതിൻ്റെ സെൻറ്റർ കിട്ടി, ഇതിൻ്റെ സെൻറ്ററും നമ്മൾ കണ്ടെത്തുക. ഈ സെൻറ്റർ നമ്മൾ എന്ത് ചെയ്യുക, മൂവ് ചെയ്തിട്ട് ഇവിടെ കൊടുന്ന് വെക്കുക, കൊടുന്ന് വെച്ചു. ഈ സെൻറ്റർ ലൈന് ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് ഇത് ഇങ്ങനെ മിറർ ചെയ്ത് പോയാൽ മതി. ഉണ്ടോ, ഇതൊരു കണ്ടിന്യൂസ് ഡിസൈൻ ആയതുകൊണ്ട് ഇതിങ്ങനെ മിറർ ചെയ്ത് പോവാം. ഇത് അത്രേ ഉള്ളൂ ഇത് പരിപാടി. ആവശ്യമില്ലാത്ത ഡിലീറ്റ് ചെയ്ത്, പിന്നെ ഈ ബോർഡറിൻ്റെ പുറത്തേക്ക് വന്നിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ട്രിം ചെയ്ത് കളയാം. ട്രിം ചെയ്ത് കളയാം. ഇത് കംപ്ലീറ്റ് ട്രിം ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ട്രിം ചെയ്യാൻ ട്രിം ചെയ്ത് കഴിഞ്ഞിട്ട് ആവശ്യമില്ലാത്ത പുറത്തേക്കുള്ള ഭാഗങ്ങൾ നമ്മൾ ഡിലീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം ഈ ബോർഡറിനായിട്ട് ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബോർഡറിനായിട്ട് ടച്ചായി നിൽക്കുന്ന ഡിസൈന് ട്രിം ചെയ്തിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ട്രിം ആയപ്പോൾ ഒരു ഇത് കിട്ടിയത്, അങ്ങനെ ട്രിം ചെയ്ത് കൊടുക്കുക. അതുകൊണ്ടോ ഒരു ഡിസൈൻ ആയില്ലേ. നമ്മളിപ്പോൾ ആർക്കും ലൈനും ട്രിമ്മും മിററും ഓഫ്സെറ്റും എന്നുള്ള ടൂള് മാത്രമേ ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഡിസൈനിന് ഉപയോഗിച്ചിട്ടുള്ളൂ.